യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരിക്കൽ കൂടി അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. യേശു ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വെഞ്ചരിപ്പിന്റെ ശക്തിയെക്കുറിച്ചാണ്. ദൈവത്തിന്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വലിയൊരു ശുശ്രൂഷയാണ് വെഞ്ചരിപ്പ് ശുശ്രൂഷ. അപ്പസ്തോലിക സഭയിൽ കർത്താവ് നൽകിയിരിക്കുന്ന ദൈവാനുഗ്രഹം ദൈവമക്കളിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു മാർഗമാണ് വെഞ്ചരിപ്പ് ശുശ്രൂഷ. വിശുദ്ധ ലിഖിതങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ ദിവസങ്ങളിൽ ഒരു ദൈവവൈദ്യൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ആ ദൈവവൈദ്യൻ പറഞ്ഞു, അച്ഛ, ഞാൻ ഒരു കൃഷിക്കാരനാണ്. എൻ്റെ കൃഷിത്തോട്ടത്തിൽ ഒരു ഒറ്റയാൻ ആന, ഒരു കൊമ്പനാന വന്ന് വളരെ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ആ കൊമ്പനാന മാറിപ്പോകുന്നില്ല. പലതരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തു, പലതരത്തിൽ അതിനെ ആട്ടിയോടിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ ആ കൊമ്പനാന കൃഷിയിടം വിട്ടുപോകുന്നില്ല. ആ ദൈവപൈതലിന് വേണ്ടി അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ നാമത്തിൽ ആ ഭൂമിയെയും കൃഷിയിടത്തെയും ശല്യപ്പെടുത്തുന്ന എതിർ ശക്തികളെ എത്തിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൃഷിയിടത്തെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന കൊമ്പനാന ഒത്തിരി പരിശ്രമങ്ങൾ നടത്തിയിട്ട് വിട്ടുപോകാതിരുന്ന ഒറ്റയാനാനയുടെ ശല്യം കർത്താവിന്റെ നാമത്തിൽ ആ ദേശത്തെ ബന്ധിക്കുകയും കർത്താവിന്റെ നാമത്തിൽ ശല്യങ്ങളെ വിടുവിക്കുകയും കർത്താവിന്റെ നാമത്തിൽ അതിനെ ആശീർവദിക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ കൃഷിയിടത്തു നിന്ന്, ആ ദേശത്തു നിന്ന് വിട്ടുപോയി. പിന്നീട് ആ കുടുംബനാഥൻ കണ്ടപ്പോൾ പറഞ്ഞു, ആ ഒറ്റയാൻ വേറെ ഏതോ ദേശത്തേക്ക് വഴിതിരിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകത്തിൽ 26-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാട്ടുമൃഗങ്ങളെ ആട്ടിയോടിക്കും. ദൈവം തന്നെ മക്കൾക്കായി വാഗ്ദാനം നൽകിയിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാട്ടുമൃഗങ്ങളെ ആട്ടിപ്പായിക്കും, നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാണ് ദൈവമക്കൾ സ്വൈര്യമായി വസിക്കണം. ദൈവമക്കൾ സ്വൈര്യമായി വസിക്കണം. ദൈവമക്കൾ സ്വൈര്യമായി വസിക്കാൻ ഒരു ദേശത്തോ ഒരു കുടുംബത്തിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ദൈവമക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഉപദ്രവപരമായ ശക്തികളെ കെട്ടി ബന്ധിച്ച് ആട്ടിപ്പായിക്കുന്ന ശുശ്രൂഷ. വെഞ്ചരിപ്പ് ശുശ്രൂഷയുടെ സമയത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആത്മീയ ശുശ്രൂഷ ഇതാണ്. ആർക്ക് വേണ്ടിയാണ് വെഞ്ചരിപ്പ് ശുശ്രൂഷ നടത്തുന്നത്? ഏത് കുടുംബത്തിന് വേണ്ടിയാണ് വെഞ്ചരിപ്പ് ശുശ്രൂഷ നടത്തുന്നത്? ഏത് പ്രദേശത്തിന്, ഏത് കൃഷിയിടത്തിന് വേണ്ടിയാണ് വെഞ്ചരിപ്പ് ശുശ്രൂഷ നടത്തുന്നത്? ആ കൃഷിയിടത്തിൽ നിന്ന്, ആ സ്ഥാപനത്തിൽ നിന്ന്, ആ വാഹനത്തിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് അവർക്ക് ശല്യമുണ്ടാക്കുന്ന, അവരുടെ സ്വൈര്യം നശിപ്പിച്ചു കളയുന്ന പ്രതികൂലങ്ങളെ കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ആട്ടിപ്പായിക്കുന്ന, ആ കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ബന്ധിക്കുന്ന ശുശ്രൂഷയാണത്. വെഞ്ചരിപ്പിന്റെ സമയത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും സംഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം അച്ഛനൊരു പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛാ, രാത്രിയിലും പകലും ഞങ്ങൾക്കൊരു സ്വൈര്യവുമില്ല. ഒരു തരത്തിലുള്ള കറുത്ത വണ്ട് ഞങ്ങളുടെ കുടുംബത്തെ വന്ന് പൊതിയുകയാണ്. അടിച്ചു വാരിയാൽ പറക്കണക്കിന് ഈ കറുത്ത വണ്ടിനെ കോരിയെടുക്കാൻ പറ്റും. അങ്ങനെ രാത്രിയും പകലും ഞങ്ങളുടെ വീട് മുഴുവൻ നിറഞ്ഞ് ഈ വണ്ടിന്റെ ശല്യമാണ്. ഭക്ഷണം കഴിക്കാൻ, ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ സമാധാനത്തിൽ കടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഈ വണ്ട് ഞങ്ങളുടെ വീട് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. കറുത്ത ഒരു തരം വണ്ട്, ഒരു പ്രാണി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ തിരുസന്നിധിയിൽ കുടുംബത്തിന്റെ ദുഃഖം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു.
കർത്താവിന്റെ വചനം ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ ഈ കുടുംബത്തിനെ കുറിച്ചുള്ള കർത്താവിന്റെ ഗീതങ്ങൾ വെളിപ്പെടുത്തി. ആ ദൈവ പൈതൽ കർത്താവിന്റെ വഴികൾ അന്വേഷിച്ച് പാപമാർഗങ്ങൾ വിട്ട് കർത്താവിനെ തേടുകയും കർത്താവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്താൽ, കർത്താവിനോട് ഉടമ്പടി ചെയ്താൽ ആ കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ സംരക്ഷണം ഉണ്ട് എന്ന് ഹോസിയയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഹോസിയ 2:18 വചനം പഠിപ്പിക്കുന്നു, ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശത്തിലെ പറവകളോടും ഭൂമിയിലെ ഇഴജന്തുക്കളോടും ഞാൻ ഉടമ്പടി ചെയ്യും. ആ നാളുകളിൽ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. സ്വൈര്യം നഷ്ടപ്പെടുന്ന, തകർച്ചയുണ്ടാകുന്ന, കഷ്ടതയുണ്ടാകുന്ന, പീഡനങ്ങൾ നിമിത്തം ഭാരപ്പെടുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് കടന്നു വരും. നാം നമ്മുടെ പാപമാർഗങ്ങൾ വിട്ട് ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ ആരാധിച്ച്, യേശുക്രിസ്തുവിന്റെ ശക്തിയെ വിശ്വസിച്ച്, യേശുക്രിസ്തുവിന്റെ നാമത്തെ ധരിച്ച്, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ആരാധിച്ച് ദൈവത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം ദൈവവൈതലിന് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ആ നാളുകളിൽ ഞാൻ നിനക്ക് വേണ്ടി ആകാശ പറവകളോടും ഇഴജന്തുക്കളോടും വന്യമൃഗങ്ങളോടും ഉടമ്പടി ഉണ്ടാക്കും. രോഗാണുക്കൾ, പലതരത്തിലുള്ള ക്ഷുദ്രകീടങ്ങൾ, ഉപദ്രവകരമായ ശക്തികൾ, സ്വാധീനങ്ങൾ, ദുഷ്ടമൃഗങ്ങൾ, എതിർ ശക്തികൾ, ഇങ്ങനെയുള്ള എന്റെ സ്വൈര്യം, ജീവിതത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന എല്ലാ എതിർ ശക്തികളോടും കർത്താവ് ഉടമ്പടി ചെയ്ത് അവയെ നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ദേശത്തു നിന്ന് ആട്ടിപ്പായിക്കുമെന്ന് ഹോസിയയുടെ പുസ്തകം 2:18 പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വലിയൊരു ആത്മീയ രഹസ്യമാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ ദുരിതപ്പെട്ട് നശിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സ്വന്തമായി പ്രാർത്ഥിച്ചിട്ടും, സ്വന്തമായി ബന്ധിച്ചിട്ടും, സ്വന്തമായി എത്ര പരിശ്രമിച്ചിട്ടും മാറിപ്പോകാത്ത ഒരു ദുരിതമുണ്ടെങ്കിൽ, ഒരു രോഗമുണ്ടെങ്കിൽ, ഒരു കാട്ടുമൃഗത്തിന്റെ ശല്യമുണ്ടെങ്കിൽ, കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുർപീഡകളുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ക്ഷുദ്രകീടങ്ങളുടെ ശല്യങ്ങളുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. ദൈവം നിങ്ങൾക്കായി അഭിഷേകം ചെയ്തിരിക്കുന്ന നിങ്ങളുടെ അഭിഷിക്തനിൽ അപ്പസ്തോലിക പാരമ്പര്യമുള്ള അപ്പസ്തോലിക അഭിഷേകം തലമുറകളായി കൈമുമ്പ് ശുശ്രൂഷയുടെ പകർന്നു വന്ന് പൗരോഹിത്യത്തിന്റെ പദവി വഹിക്കുന്ന ഒരു അഭിഷിക്തൻ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ, ആ അഭിഷിക്തൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക്, നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വന്ന് വിശുദ്ധ ജലം തളിച്ച്, ആശീർവദിച്ച് ജലം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചാൽ ആ തിന്മയുടെ കെട്ടുകൾ അഴിയും, ആ ഭാരതത്തിന്റെ ആധിപത്യങ്ങൾ നീങ്ങും, തിന്മയുടെ ശല്യങ്ങൾ ഒഴിഞ്ഞു പോകും, ദുർപീഡകൾ, പൈശാചിക പീഡകൾ, അന്ധകാര ശക്തികൾ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോയി ആ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു തൊഴിൽശാല. അവിടെ തൊഴിലാളികൾക്ക് എന്ത് ചെയ്താലും തൊഴിലാളികൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരാഴ്ച, ഒരു മാസം കഴിയുമ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികൾ വിട്ടുപോകും. വീണ്ടും എവിടെന്നെങ്കിലും തൊഴിലാളികളെ കൊണ്ടുവരും. വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ അവർ വിട്ടുപോകും. അങ്ങനെ തൊഴിലാളികൾക്ക് സമാധാനമായി തൊഴിൽ ചെയ്യാൻ പറ്റാതെ, വന്നാൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഒരു തൊഴിൽ സ്ഥാപനത്തെ ഞാൻ ഓർമ്മിക്കുകയാണ്. ആ തൊഴിൽ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തിന്റെ അവസ്ഥ ഇതാണ്, തൊഴിലാളികൾ നിൽക്കുന്നില്ല, അവർക്ക് വന്നാലും അവർ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും രോഗം അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം, പെട്ടെന്ന് അവരുടെ നാട്ടിലേക്ക്, അവരുടെ വീടുകളിലേക്ക് പോകേണ്ടി വരുന്നു, തിരിച്ചവർക്ക് വരാൻ പറ്റുന്നില്ല. ഇങ്ങനെ തൊഴിൽ സ്ഥാപനത്തിന്റെ ദുര്യോഗത്തെ കുറിച്ച് ആ ഉടമസ്ഥൻ എന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ബോധ്യം തന്നു, ആ സ്ഥാപനം വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ടാകുമെന്ന്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ വിശുദ്ധീകരിച്ച് ആശീർവദിച്ചതിന് ശേഷം ആ തൊഴിൽ സ്ഥാപനത്തെ എല്ലാ കെട്ടുകളും അഴിച്ച്, തൊഴിലാളികൾക്ക് സ്വസ്ഥതയോടെ തൊഴിൽ ചെയ്യാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ കെട്ടുകളും അഴിച്ച് ആ സ്ഥാപനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറെ നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ആ കുടുംബത്തെ കണ്ടുമുട്ടിയപ്പോൾ ആ കുടുംബം പറഞ്ഞു, ഇപ്പോൾ ഒരുവിധം നന്നായി, വലിയ തിരക്കേടില്ലാതെ ഒരുവിധം നന്നായി തൊഴിൽ നടന്നു പോകുന്നു, കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതൊക്കെ മാറി ഒരുവിധം സമാധാനത്തോടെ കാര്യങ്ങൾ നീക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ തടസ്സങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 16:19 പഠിപ്പിക്കുന്നത് ഒരിക്കൽ കൂടെ ഓർമ്മിക്കുക, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കുടുംബങ്ങളിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ക്ഷുദ്രകീടങ്ങൾ, ശല്യങ്ങൾ, ഉപദ്രവകരമായ സ്വാധീനങ്ങൾ, പൈശാചികമായ ദുർപീഡകൾ, പലതരത്തിലുള്ള രോഗത്തിന്റെ ആധിപത്യങ്ങൾ, എത്ര നിർമ്മിച്ചിട്ടും വിട്ടുപോകാത്ത തരത്തിലുള്ള തകർച്ചയുടെ സ്വാധീനങ്ങൾ, ഇതെല്ലാം വെഞ്ചരിപ്പിന്റെ ശക്തി വഴി കുടുംബത്തിൽ നിന്ന്, സ്ഥാപനത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വാഹനം വെഞ്ചരിക്കുമ്പോൾ
ഭവനം വെഞ്ചരിക്കുമ്പോൾ ആ ഭവനത്തിൽ നിന്നും വാഹനത്തിൽ നിന്നും അപകടത്തിന്റെ ആധിപത്യങ്ങളും സ്വാധീനങ്ങളും വിട്ടുപോകും. തകർച്ചയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകും. പൈശാചിക പീഡകളുടെ ആധിപത്യങ്ങൾ വിട്ടുപോകും. ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകും. പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആ മണ്ണിന്റെ മേൽ, ആ കാലാവസ്ഥയുടെ മേൽ വന്നിരിക്കുന്ന ഭയങ്കരമായ ദുർപീഡകൾ വിട്ടുപോകും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഭവനം ഈ അട്ടപ്പാടിയിൽ തന്നെ സജീവൻ ധ്യാന കേന്ദ്രത്തിന്റെ സമീപത്ത് ഒരു 2-3 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു ഭവനമാണ്. ആ ഭവനം വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കിണറുണ്ട്, ആ കിണറ്റിലുള്ള വെള്ളം മുഴുവനും നുരഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യ മലത്തിന്റെ മണം ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരികയാണ്. ഈ വെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഈ വെള്ളം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരു ഭക്ഷണ പദാർത്ഥം പാചകം ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ വലിയ ദുരിതത്തിലായി. അപ്പോൾ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ ഭവനത്തിൽ ആ കിണർ, ആ ഉറവ സമർപ്പിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം വിശുദ്ധ ജലം തളിച്ച് ആ ഭവനത്തെ വെഞ്ചരിച്ച്, ആ കിണറിനെ വെഞ്ചരിച്ച് കർത്താവിന്റെ നാമത്തിൽ ആ ഉറവയിലുള്ള കെട്ടുകൾ അഴിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാനും ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ആ കുടുംബത്തെ കണ്ടുമുട്ടി പറഞ്ഞു, കിണറ്റിലുള്ള ദുർനാറ്റം വിട്ടുപോയി. കിണർ നുരഞ്ഞു പൊന്തി വരുന്ന അവസ്ഥ മാറിപ്പോയി. ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം, ശുദ്ധവെള്ളം കിണറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതങ്ങളിലോ നമ്മളുടെ സ്വയം നശിപ്പിക്കുന്ന വിധം കടന്നു വരുന്ന പലതരത്തിലുള്ള കെട്ടുകൾ, ഉപദ്രവങ്ങൾ, തിന്മയുടെ ശല്യങ്ങൾ കർത്താവിന്റെ നാമത്തിൽ വെഞ്ചരിക്കുമ്പോൾ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന്, വളർത്തു മൃഗങ്ങളിൽ നിന്ന്, കിണറിൽ നിന്ന് വിട്ടുപോകും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തിൽ ആശീർവദിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദുർബുദ്ധി, പഠിക്കാനുള്ള തടസ്സങ്ങൾ, പലതരത്തിലുള്ള അവരുടെ ഉപരി വിദ്യാഭ്യാസമുള്ള തടസ്സങ്ങൾ ഇതൊക്കെ വിട്ടുപോയി കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനേക കാലങ്ങളായി പലതരത്തിലുള്ള ദുർപീഡകളാൽ സ്വൈര്യം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട്, അസ്വസ്ഥതയിൽ കൂട്ടുകിടക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. പലതരത്തിലുള്ള സാഹചര്യങ്ങളാൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് യേശുവേ, അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിച്ച് മോചിപ്പിച്ച് വിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ സ്വരം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ആത്മീയവും ഭൗതികവുമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ദുർപീഡകളെയും അന്ധകാര ശക്തികളെയും പൈശാചിക പീഡകളെയും അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് നിർവീര്യമാക്കി ദൈവജനത്തെ വിടിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ വിശ്വാസം ഏറ്റുവാങ്ങി ആത്മാർത്ഥമായി യേശുക്രിസ്തുവിന്റെ നാമത്തെ ഇപ്പോൾ ആരാധിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി വിടുതൽ നൽകട്ടെ. കുടുംബങ്ങളിൽ നിന്ന് കെട്ടുകൾ അഴിയട്ടെ. കൃഷിയിടങ്ങളിൽ നിന്ന് കെട്ടുകൾ അഴിയട്ടെ. വളർത്തു മൃഗങ്ങളിൽ നിന്ന് കെട്ടുകൾ അഴിയട്ടെ. ഉപജീവന മേഖലകളിൽ നിന്ന്, ഉപജീവന മാർഗങ്ങളിൽ നിന്ന് കെട്ടുകൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ദൈവജനത്തിന്റെ മേൽ ഭാരം പടുത്തിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ തകർത്ത് വിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ദിവികാരണ രൂപനായ ഈശോ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്.
ഇത് അത്ഭുതങ്ങളുടെ നിമിഷങ്ങളാണ്. ഇത് കർത്താവ് തൊടുന്ന നിമിഷങ്ങളാണ്. ഈശോ സൗഖ്യം നൽകുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ദിവ്യകാരുണ്യ രൂപനായ യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളുമായിരിക്കുന്ന സ്ഥലങ്ങളിൽ, മുറികളിൽ, പ്രദേശങ്ങളിൽ, ഇടങ്ങളിൽ ഇത് കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. ഇത് കർത്താവിന്റെ ശക്തി നിറഞ്ഞു വ്യാപരിക്കുന്ന സമയമാണ്. രോഗികൾ കിടക്കകളിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പലതരത്തിലുള്ള ദുഃഖങ്ങളുള്ളവർ അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്ന് വിശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി മനസ്സുകളിലേക്ക്, ശരീരങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക് ഒഴുകി വ്യാപരിക്കാൻ വേണ്ടി സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി നൂറ്റാണ്ടുകളായി സഭാ മക്കൾക്ക്, ദൈവത്തിന്റെ മക്കൾക്ക്, ദൈവ മക്കൾക്കായി സ്വർഗം നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹം ഇപ്പോൾ പ്രത്യേക വിധത്തിൽ ഓരോ വ്യക്തികളിലും, കുടുംബങ്ങളിലും, സ്ഥാപനങ്ങളിലും ഒഴുകി നിറയുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ നാമം വിളിച്ച് ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. കുടുംബ കലഹങ്ങൾ, ഭിന്നത, വിഭാഗീയത, പലതരത്തിലുള്ള മത്സരങ്ങൾ, വിധേയത്വമില്ലായ്മ, കുടുംബത്തിൽ പലതരത്തിലുള്ള തകർച്ചകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ബന്ധങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥകൾ, കർത്താവെ, എല്ലാ ദുഃഖ ദുരിതങ്ങളുമേലും ഇപ്പോൾ അവിടുന്ന് എഴുന്നള്ളി വരണമേ. തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ അവിടുത്തെ ശക്തിയാൽ ഇപ്പോൾ അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ സ്വൈര്യം നൽകുമെന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നൽകിയ വാഗ്ദാന പ്രകാരം ഇപ്പോൾ സ്വൈര്യം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. നിങ്ങളുടെ ഇടയിലൂടെ വാൾ കടന്നു പോകുകയില്ല എന്ന വാഗ്ദത്ത പ്രകാരം ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വാളുകൾ, തിന്മ, സമാധാനക്കേട്, അസ്വസ്ഥത, തകർച്ച, പരാജയങ്ങൾ എടുത്തു മാറ്റി കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നാട്ടിൽ സമാധാനം സ്ഥാപിക്കുമെന്ന വചനത്താൽ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് സമാധാനം വ്യാപരിക്കട്ടെ, മനസ്സുകളിലേക്ക് സമാധാനം വ്യാപരിക്കട്ടെ, ജീവിതങ്ങളിലേക്ക് സമാധാനം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അത്യുന്നത ശക്തി ഈ നിമിഷങ്ങളിൽ എല്ലാ ദാസിദാസന്മാരുടെ മേലും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ വെഞ്ചരിക്കാത്ത കുടുംബങ്ങളിൽ കൂടുകെട്ടി കിടക്കുന്ന എല്ലാ അശുദ്ധ ശക്തികൾ അങ്ങയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ഇന്നുവരെ വെഞ്ചരിക്കാത്ത വാഹനങ്ങളെയും, ഇന്നുവരെ വെഞ്ചരിക്കാത്ത സ്ഥാപനങ്ങളെയും, ഇന്നുവരെ വെഞ്ചരിക്കാത്ത ഓരോ കൃഷിയിടങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു. ദൈവമക്കൾക്ക് കണ്ണീരിന് കാരണമാകുന്ന ശക്തികൾ കൃഷിയിടങ്ങളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും, വാഹനങ്ങളിൽ നിന്നും, തൊഴിൽ സംരംഭങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കൽപ്പിക്കുന്നു. സഭയോട് ചേർന്ന്, സഭയിലെ അനേക കോടി വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ ഞാൻ ആജ്ഞാപിക്കുന്നു. അന്ധകാര ശക്തികളെ, ദുരാത്മസേനകളെ, പാപത്തിന്റെ ശക്തികളെ, പലതരത്തിലുള്ള തിന്മകളിൽ ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ദുരാത്മ പീഡകളെ, നാരകീയ ശക്തികളെ നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് നിങ്ങളെ ഞാൻ നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ദൈവജനത്തെയും അവരുടെ കുടുംബങ്ങളെയും വിട്ടുപോവുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഭക്തിപൂർവ്വം കരങ്ങൾ കൂപ്പാം. ദിവികാരുണ്യ ഈശോ തൊട്ടടുത്ത് വന്ന് സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. ദിവികാരുണ്യ ആശീർവാദം നൽകപ്പെടുകയാണ്. നിങ്ങളുടെ രോഗങ്ങളുള്ള ഓരോ മക്കളും രോഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനോപീഡകളിരിക്കുന്നവർ ആ മനസ്സിന്റെ ഭാരങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ വിട്ടുമാറാത്ത അസ്വസ്ഥതകളും പീഡകളും നിമിത്തം ഭാരപ്പെടുന്നവർ ഇപ്പോൾ ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുന്നു. അറിയാവുന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ പാവനനാമം വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, ആവർത്തിച്ച് വിളിക്കുന്നു. യേശുവേ, 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 എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ കോടാനുകോടി കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കോടാനുകോടി വ്യക്തികളിലേക്ക് ദൈവകൃപ ഒഴുകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മനസ്സിലേക്ക് സമാധാനം വന്ന് നിറയട്ടെ. ദൈവം വാഗ്ദാനം നൽകിയ സമാധാനം, യേശുവേ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമാധാനം ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളിലേക്കും ഒഴുകി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയുടെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. രോഗത്തിന്റെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. അശുദ്ധാരിവിൽ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. നരകത്തിന്റെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. പാപത്തിന്റെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. ദുശീലങ്ങളുടെ ആധിപത്യങ്ങൾ തകർന്നു പോകട്ടെ. എല്ലാ തരത്തിലുള്ള ദുർപീഡകളെയും യേശു ക്രിസ്തുവിന്റെ തിരുശരീരത്താൽ നിർവീര്യമാക്കി ബന്ധിച്ച് കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞു ഞാൻ
എൻ്റെ പേര് ഷാജു. കണ്ണൂർ ജില്ലയിൽ ആനപ്പന്തി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. 13 വർഷമായതാണ്. 2 പ്രാവശ്യം തലശ്ശേരി വെച്ച് ഓപ്പറേഷൻ നടത്തുകയും അതിനുശേഷം കുറേ അധികം പ്രാവശ്യം പച്ചമരുന്നുകൾ കഴിക്കുകയും ചെയ്തിരുന്നു. യാതൊരു കുറവും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ധ്യാനത്തിൽ കൂടുകയും അവിടെ നിന്ന് ആരാധന മധ്യയെ ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ എനിക്ക് കാണിച്ചു തരികയും ഫുള്ളായിട്ട് ചുവപ്പ് കളറിൽ കുർബാനയിൽ കാണുകയും തുടർന്ന് നല്ല വെളുത്ത നിറം കാണിക്കുകയും പരിപൂർണ സൗഖ്യം എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഞാൻ 2 പ്രാവശ്യം മുട്ടയൊക്കെ കഴിച്ചു. യാതൊരു കുഴപ്പവും ഇപ്പോൾ എനിക്കില്ല. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം.